നമ്മുടെ മുണ്ടക്കയത്തിനെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് സമയബന്ധിതമായിട്ട് നിയമാനുസരണത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് ഇപ്പോൾ ജില്ലയുടെ ഫണ്ടും ബ്ലോക്കിൻ്റെ ഫണ്ടും ഒക്കെ നമുക്കുണ്ട്. അതും പഞ്ചായത്തിൻ്റെ തനതായ ഫണ്ടുമൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ മുണ്ടക്കയത്തിൻ്റെ വികസനം ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൽ കൂടെ ഞങ്ങൾ 23 പേരും ഒരേ മനസ്സോടെ ചിന്തിച്ച് എല്ലാവരുമായിട്ട് ആലോചിച്ച് നമ്മുടെ പൊതുസമൂഹത്തിലുള്ളവരുമായിട്ടും ഞങ്ങൾ മെമ്പർമാരും ഞങ്ങളുടെ ഭരണസമിതി ഒന്നാകെ നല്ല രീതിയിൽ ആലോചിച്ച് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിന് നമുക്ക് വ്യാപാരി വ്യവസായി പോലെയുള്ള പൊതുജനങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ എല്ലാ ആലോചന പ്രകാരം ഒറ്റയ്ക്കൊരു തീരുമാനം ഒരിക്കലും എടുക്കത്തില്ല. അവരുടെ എല്ലാ ഒരു ആലോചന പ്രകാരം നമ്മുടെ നാടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. മാറി മാറി വരുന്ന എല്ലാ ഭരണസമിതിയും പരമാവധി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാവരുമായിട്ട് ആലോചിച്ച് മാത്രമായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഭരണം മുന്നോട്ട് പോകുന്നത്. ഏകാധിപത്യമായി ഒന്നും തന്നെ ഞാൻ ചെയ്യത്തില്ല. എൻ്റെ പാർട്ടിയുടെ സപ്പോർട്ടും എനിക്കുണ്ടായിരിക്കും. അതുപോലെ പൊതുജനത്തിൻ്റെ സപ്പോർട്ട് എല്ലാം നല്ല നല്ല കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് അറിയാമല്ലോ, എല്ലാവരെയും ഐക്യകണ്ഠേന ഒന്നിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പല പ്രശ്നങ്ങളുണ്ടാകുമായിരിക്കും, എങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട്. ഞാൻ എല്ലാവരെയും ഒറ്റക്കെട്ടായി എല്ലാവരുടെയും ആലോചന ചോദിച്ച് നല്ല രീതിയിൽ വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. ആ ഒരു പ്രശ്നത്തിന് കഴിഞ്ഞ ഭരണസമിതി നിലപാടുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതിൻ്റെ തുടർച്ച ഉണ്ടാകുമോ, അതേ പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുമോ, എങ്ങനെയായിരിക്കും? അല്ല, കഴിഞ്ഞ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാലിന്യ പ്ലാന്റിന് കണ്ടിരിക്കുന്ന സ്ഥലം ഒരു ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സ്ഥലം വേറെ വാങ്ങി ജനങ്ങൾക്ക് ദോഷമല്ലാത്ത രീതിയിൽ മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് ആ പ്രവർത്തനം മുന്നോട്ട് പോകണം. ഇപ്പം നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഒരു ജനവാസ കേന്ദ്രത്തിൻ്റെ നടുക്കാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അത് മാറ്റിക്കൊണ്ട് നമ്മൾ ഇച്ചിരി സ്ഥലം വിലയ്ക്ക് എടുത്തുകൊണ്ട് ഇപ്പം ബ്ലോക്കിൻ്റെയും ജില്ലയുടെയൊക്കെ ഫണ്ട് നമുക്ക് കിട്ടുമല്ലോ, അതും കൂടെ ഉപയോഗിച്ച് അല്ലാത്ത മറ്റ് ഏജൻസിയുടെയൊക്കെ ഫണ്ടുകൾ നമുക്കുണ്ട്. ഉറപ്പായിട്ടും 1ാം സ്ഥാനം അതിന് തന്നെയായിരിക്കും ഞങ്ങൾ കൊടുക്കുന്നത്. അതിനൊരു പദ്ധതി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പൂർത്തീകരിച്ചിരിക്കും. അതിൻ്റെ അഡ്വാൻസ് തുകയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ച് മണിമലയാറ്റിലേക്ക് ആ മലിനജലം ചെല്ലാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഇതിനൊക്കെ 1ാം സ്ഥാനം ഞങ്ങൾ കൊടുക്കും, അതിന് യാതൊരു തർക്കവുമില്ല. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു ചർച്ചയായിട്ട് വരുന്നതാണ് ടൂറിസം പദ്ധതി, ഒരു പാർക്ക്, ടൂറിസം പദ്ധതി എല്ലാ കാലത്തും കൊണ്ടുവരുവാനും പ്രഖ്യാപിക്കും. പിന്നീട് നടക്കാറില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അതിനുള്ള എന്തെങ്കിലും ഉറപ്പായിട്ടും അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിനുള്ള പ്രയത്നങ്ങൾ ഞങ്ങൾ ചെയ്യും. ടൂറിസം നമ്മുടെ മുണ്ടക്കയം പോലെയുള്ള ഒരു പ്രദേശത്ത് അത് അത്യാവശ്യമാണ്. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം. അതനുസരിച്ചുള്ള പദ്ധതികൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. സ്വന്തമായിട്ട് എനിക്കൊരു പൊതുവായ ഗ്രൗണ്ട് നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റേഡിയം വരുന്നത്, പക്ഷേ സ്റ്റേഡിയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ പിള്ളേർക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു അവർ തെറ്റായ രീതിയിലേക്ക് പോകുന്ന ഇങ്ങനെയുള്ള കായികമായ ഒരു ഇത് അവർക്ക് കിട്ടാതെ അവർ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് അവർ കൂടുതലായിട്ടും മറ്റു രീതിയിലേക്ക് പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേസമയം ഇങ്ങനെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാനും കായികമായൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഗ്രൗണ്ട്, നല്ല രീതിയിലൊരു ഗ്രൗണ്ട് നമുക്ക് മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ ഇതിൽ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ കാശ് വെച്ചിട്ടുണ്ട്, സ്റ്റേഡിയത്തിൻ്റെ പണി തുടങ്ങുന്നുണ്ട്. എങ്കിൽ പോലും ഇച്ചിരി വിപുലീകരിച്ച് ഒന്ന് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ആശുപത്രി കിടപ്പ് രോഗികളെ ഒന്നാക്കിയെടുത്ത് ഇത്രയും വലിയൊരു ആശുപത്രി വെറുതെ കിടക്കുന്നു. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിന് ഉറപ്പായിട്ടും എല്ലാവരുടെയും സഹായത്തോടു കൂടി ആ ആശുപത്രി നല്ല രീതിയിലൊന്ന് കൊണ്ടുവരണമെന്നും എനിക്ക് മനസ്സിലൊരു വലിയ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ദൈവം തമ്പുരാൻ സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.